നമസ്കാരം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്തേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻസ് വരിക എന്നുള്ളത്. അങ്ങനെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യം കണ്ടത് സജിന താത്തയുടെ വീഡിയോ ആയിരുന്നു. രണ്ടാമത് കണ്ടത് ദിയ സനയുടെ സ്റ്റോറി ആയിരുന്നു. മൂന്നാമത് കണ്ടത് ദിയ സനയുടെ അമ്മായിയമ്മയുടെ ഒരു ഇൻ്റർവ്യൂ. എന്തുവാ ഇത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ ഉണ്ടാക്കും. ഈ ഒരു യൂണിവേഴ്സ് തീരുമ്പോഴത്തേക്കിന് ഒരു ഫോർച്യൂണർ വാങ്ങിയില്ലെങ്കിലും ഒരു മാരുതി 800 എങ്കിലും സുഹൃത്തുക്കളെ നമ്മൾ വാങ്ങുന്നതായിരിക്കും മോഡിഫൈഡ്. അപ്പം എന്താണെങ്കിലും നമുക്ക് ആദ്യം തന്നെ സജിന താത്തയുടെ വീഡിയോ ഒന്ന് കാണാം. താത്ത താത്ത. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നേരിട്ട് പോയി പരാതി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനകത്ത് ഒന്നും ആയില്ലയോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ നാട് മൊത്തം അവിഹിതം ഉണ്ടാക്കി നടക്കുമ്പോഴത്തേക്കിന് മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ അവിഹിതത്തിന്റെ ലിസ്റ്റ് എടുക്കലല്ല പണി. അതാദ്യം നിങ്ങൾ മനസ്സിലാക്ക്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്ടിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിൽ ഒരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വിക്ടിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകി. താത്തേനെ പറ്റിയിട്ട് അപ്പുറത്തെ റോഷ്നി ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വഴിക്കത്ത് സംസാരിച്ചിരുന്നു. വിത്ത് എവിഡൻസ് ആണ്. നിങ്ങളവിടെ പോയിട്ട് ടെമ്പറേറ്റിരിക്കുന്ന വീഡിയോ പ്രൂഫ് സഹിതമുണ്ട്. ദിയാസനയുടെ കയ്യിൽ നിങ്ങൾ പൂക്കുറ്റിയാണനുമായിട്ടുള്ള ഇല്ലീഗൽ പരിപാടികളുടെ കുറെ എവിഡൻസ് ഉണ്ട്. താത്ത അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ അടങ്ങിട്ടോ. കാര്യം താത്ത ഇത് ഓരോന്ന് പറയുമ്പോഴും താത്തയ്ക്ക് മുകളിൽ താത്തൻ ഉണ്ടാക്കി വെക്കുന്ന പണിയാണെന്ന് താത്ത ആലോചിക്കണം. ഓക്കെ, ബാക്കി പറ. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗ്ഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തടേ ഇവരെ ഇതുവരെ അങ്ങോട്ട് പരിശോധിക്കാത്തേ? മുഖ്യമന്ത്രിയോട് ഞാൻ തയ്യാറാണ്, എന്നെ പരിശോധിക്കൂ, തൂഫാന്റെ ആൾക്കാർ എവിടെ, എന്നെ പരിശോധിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ എന്താ നിങ്ങൾ ഇങ്ങനെ മടിക്കണേ? പോയി പരിശോധിക്ക്. അതിനവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മുടെ ദിയാസന ചേച്ചി പറയുന്നുണ്ട്. ചേച്ചി പറ, എന്താണ് ഇവിടെ ഈ ഒരു കേസിന്റെ കാര്യത്തിൽ പുള്ളിക്കാരി ചെയ്യുന്നത്? സജിനയോട് മാത്രമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നത്, സജിന കേസ് കൊടുത്തതിനപ്പോൾ സഹകരിക്കും. സജിന വീട് മാറി ഗേറ്റും പൂട്ടിയിട്ട് പോയി വേറെ സ്ഥലത്ത് ഒളിച്ചിരിക്കാതെ സജിനെ അന്വേഷിച്ചിട്ട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട്. സജിന ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യൂ. തൽക്കാലം ഇതൊന്നും നീ ചെയ്തില്ലെങ്കിലും നിന്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ വഴിക്ക് നീങ്ങിക്കോളും. അപ്പം ഞാനിനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുന്നതല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ അല്ല, അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വീഡിയോ ഇടുന്നുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. എന്താണെങ്കിലും ഇത് കേട്ടല്ലോ. അതായത് ഈ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, പോലീസുകാരെ വിളിച്ചാലും ദിയാസന വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. എന്നിട്ട് വീട് മാറിയിട്ട് പോയി കാണും. അവിടെ ആൾക്കാർ വരുമ്പോൾ ഇവിടെ ആളെ കാണുന്നില്ല. നിങ്ങൾ എവിടെയോ മാറി ഒളിച്ചിരുന്നിട്ട് പറയാണ്, മുഖ്യമന്ത്രി ഞാനിവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ വന്നിട്ട് എന്നെ ടെസ്റ്റ് ചെയ്യൂ. മുഖ്യമന്ത്രി വരുമ്പോൾ അവിടുന്ന് സ്കൂട്ടായി വേറെ എവിടെയോ ആണ്, ഞാനിവിടെ ഇല്ല കേട്ടോ, പറ്റിച്ചേ. നിങ്ങൾ എന്തോന്നേ കളിപ്പുള്ളിയാ? മുഖ്യമന്ത്രി നിങ്ങളുടെ കയ്യിലിരുന്ന് കളിക്കണ കളിപ്പുള്ളിയാ? മുഖ്യമന്ത്രി ഒരുവരെ ഉണ്ണാക്കനാക്കുന്ന വർത്താനം നിങ്ങൾ പറയരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തും. എന്നിട്ട് ആൾക്കാർ വന്ന് അന്വേഷണത്തിന് വിളിക്കുമ്പോൾ ഫോൺ വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല. അതെന്നെ അയച്ചി. നിങ്ങൾ ഇന്റർവ്യൂ മൊത്തം കയറി ഇറങ്ങിയിട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ 3 കോടി ചോദിച്ചെന്ന് ഒരു പ്രൂഫെങ്കിലും അവർക്ക് കാണിക്കാമോ? തൊട്ട് പുറകെ അതിന്റെ പ്രൂഫ് വന്നു, വോയിസ് റെക്കോർഡിങ് വന്നു നിങ്ങളുടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 കോടി വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാവോ? പൂക്കുറ്റിയാണ് എൻ്റെ വോയിസ് വന്നു, 40 ലക്ഷം നിങ്ങൾ വാങ്ങിച്ചെന്ന്. വേറെ ഡയമണ്ട് റിങ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇന്നിപ്പം ദിയാസന പറയുന്നുണ്ടായിരുന്നു വേറെ കുറച്ച് പൈസ അടിച്ച് മാറ്റി എന്നുള്ള കാര്യങ്ങൾ. എൻ്റെ പൊന്നു ചേച്ചി, ബാക്കി പറ. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്ടിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും വേറൊരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും
എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. എൻ്റെ പൊന്ന് പെണ്ണുമ്പിള്ളയെ, നിങ്ങൾ ഇവിടെ പറയുന്നത് ബിഗ് ബോസിലെ കുറച്ച് താരങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് പരിപാടി നടത്തുകയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് നിങ്ങളെ വിളിച്ചപ്പോഴത്തേക്കും നിങ്ങൾ പറ്റത്തില്ല എന്ന് പറഞ്ഞതാണ് പ്രശ്നമായി എന്നുള്ളത് സീൻ പറയുന്നല്ലോ. അവരവിടെ പറയുന്നു നിങ്ങൾ പൂക്കുറ്റിയണ്ണനുമായിട്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പൂക്കുറ്റിയണ്ണ ഞാൻ കയറി തൂങ്ങുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ അപരാധങ്ങൾ കാണിച്ചിട്ട് പൂക്കുറ്റിയണ്ണ പറഞ്ഞിട്ടാണ് ഇവർ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതെന്നും എന്നിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറയുന്നു അയാളുടെ ഭാര്യ ചത്തുപോയാലും കുഴപ്പമില്ല, എനിക്ക് അയാളുടെ പൈസ മതി. ആ ഒരു മൂഡിൽ സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ നിന്നിട്ട് നിങ്ങൾ അമ്മാതിരി കുണം കാണിച്ചപ്പോൾ അത് കണ്ടിട്ട് മനസാക്ഷിയുള്ള ഏതൊരാൾക്കെന്ന് കണ്ട പിടിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു രീതിയിൽ നിങ്ങളെ ചീത്ത വിളിച്ചു എന്നുള്ള ദിയാസന തന്നെ പറയുന്നുണ്ട്. നിങ്ങളെ നല്ല തെറി വിളിച്ച് അങ്ങനെയാണ് ഉടക്കുക എന്നുള്ളത്. ഇപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ അന്വേഷണത്തിന് വരുമ്പോഴത്തേക്കിന് ഇത് എന്തോ സംഭവം എന്ന് നോക്കുമ്പോഴത്തേക്കിന് നിങ്ങളുടെ നാട് മൊത്തം ഉണ്ടാക്കി വെച്ചേക്കുന്ന അവിഹിത കഥയുടെ ഇത് ലിസ്റ്റ് എടുക്കാനെ കൊണ്ട് ആൾക്കാർ പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ. എന്തുവാടേ ഇത്? ലേശം ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? ഈ പെണ്ണുമ്പിളന്ന് ഓരോന്ന് ഇവിടെ പറയാം, ഈ വലിച്ചിടുന്ന ആരുടെയൊക്കെ പേരാണോ അവർ വന്നിട്ട് പ്രൂവ് ചെയ്ത സാധനം ഇടുകയാണ്. ഇത് ഇങ്ങനെയാണ് സംഭവം എന്നും പറഞ്ഞിട്ട് ഈ പെണ്ണുമ്പിള മറ്റേ ഇല്ല കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെയാണ് ഇവർ വിചാരിക്കുന്നത്. ഇവർ പറയുന്നത് മാത്രമാണ് ശരി. നിങ്ങളെന്ത് പൊട്ടിയാണ്? നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട്? ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എന്നിട്ട് മുക്കിന് പറ 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 പറന്ന് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുവാ ഇത്? ബാക്കി പറ. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മളുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സാർ ഇതുപോലത്തുള്ള തെളിവ് സഹിതം വന്ന് ഒരു വിക്ടിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ നിങ്ങളോട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും മറ്റൊരു മാതൃകയാവണം സാർ. ഇത് തെളിവ് സഹിതം പുള്ളിക്കാരിയെ ചെക്ക് ചെയ്താൽ പുള്ളിക്കാരി ഇത് ഡീൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്താൽ തെളിഞ്ഞതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്താൽ പല ഡീലേഴ്സിനെയും പൊക്കാമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാവട്ടെ പല നല്ല ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാർ ഇത് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ തൂഫാന്റെ ആൾക്കാരുടെ അടുത്താണ് ഇവിടെ രണ്ടു കൂട്ടരും ഇതുപോലെ ടെസ്റ്റ് ചെയ്യാനെ കൊണ്ട് തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും വലിയ ആരോപണം പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നത് ഇതുപോലത്തെ യൂസേജ് ഉണ്ട്, ഇതിന്റെ ആൾക്കാരുണ്ടെന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോഴത്തേക്കിന് ഈ തൂഫാന്റെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു പബ്ലിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തികളുടെ ഒപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ പോയിട്ട് അന്വേഷണം ആക്കിയിട്ട് ഇവർ പബ്ലിക്കായിട്ടാണ് വന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പം കൃത്യമായിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യാനെ കൊണ്ട് തയ്യാറാണെന്ന് പറയുമ്പോഴത്തേക്കിന് സ്പോട്ടിൽ പോയി തൂക്കി എടുത്തിട്ട് ഇതാക്കുക എന്നുള്ളതാണ്. പിന്നെ മെയിൻ സ്ട്രീം ചാനൽസ് നിങ്ങൾക്ക് നല്ല ചാകരൊക്കെ ഉള്ള വക തന്നെയാണ് ഇവരെ എല്ലാം തൂക്കിക്കൊണ്ട് അന്വേഷണ കാര്യങ്ങളൊക്കെ പോകുന്ന സീന് കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, എന്നാണെങ്കിൽ ദിയാസാന മെയിൻ സ്ട്രീം ചാനൽസിന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നാണെങ്കിലും ഇനി ഈ തൂഫാന്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ഇവര് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പൊക്കെ എടുത്തോണ്ട് പോഹോ, അത്രേ പറയാവുള്ളൂ. ഇത് ഞാൻ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ ഞാൻ എന്നെ കൊണ്ട് മാക്സിമം കഴിയുന്ന, എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു വിക്ടിമായ ഒരാൾ ഇതിന് മാക്സിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ. ഇനിയെങ്കിലും ഞാൻ ഇത് നിങ്ങൾ നിയമപടി എടുക്കുമെന്ന്, ഈ നാടിനെ നന്നാക്കുമെന്നും ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അതിനെ നിയമവശമായി കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം പോലും എന്നെ ഇപ്പോൾ ഭ്രാന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കും പേടിയുണ്ട് സാർ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമോ, വീട്ടുകാർക്ക് അപകടം വരുമോ, എനിക്ക് ഭയങ്കര പേടിയുണ്ട് സാർ. അതുകൊണ്ട് ദയവായി സാർ നിങ്ങളൊരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ. നാട്ടിലെ മക്കൾക്ക് നല്ലതുണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഡയലോഗ് അടിക്കുമ്പോൾ സ്വന്തം മക്കളുടെ കാര്യം ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ മൊത്തം കാണിച്ചിട്ട് ഇത്രയും അവിഹിതങ്ങളുള്ള ഇതിന്റെ ലിസ്റ്റ് എടുത്തത് ഇപ്പം ഫിറോസ് ഖാന്റെ അവിഹിതങ്ങൾ വന്നു, പൂക്കുറ്റാണ്ടന്റെ വന്നു, ആകെ മൊത്തം ഒരുമാതിരി അലന്ന ജീവിതമായിട്ട് നടക്കുന്ന നിങ്ങളുടെ മക്കള് ഇതുപോലെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ നാട്ടുകാരെ ഇതിന്റെ ഈ കാര്യം പറയും. എന്നിട്ട് നിങ്ങൾ ഇത് പറയുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ ഈ പറയുന്ന മൊത്തം കള്ളമാണ്. ലാസ്റ്റ് പിടിക്കുന്ന റോഷിനി വന്ന് പറഞ്ഞ സാധനം കേട്ടപ്പോഴും നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു ഇതും ഇല്ല, ഒരു ക്രെഡിബിലിറ്റി ഇല്ല. അവരൊക്കെ പ്രൂഫ് സഹിതം കൊണ്ട് കാണിക്കും, ഡേറ്റ് സഹിതം കാണിക്കുന്നത്. നിങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കൊണ്ട് കാണിക്കുന്നുണ്ട്. വിൽക്കാൻ ശ്രമിച്ച ആളാണോ പിന്നീട് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് അവരുടെ കൂടെ പരിപാടിക്കെല്ലാം പോകുന്നത്, അവരുടെ വീട്ടിൽ പോയി കമ്പനി കൂടെ അവരെ കൊണ്ട് പോകുന്നത്? നിങ്ങൾ പറയുന്ന മൊത്തം കള്ളമാണ്. നിങ്ങളുടെ മക്കളുടെ കാര്യം ഇരുന്ന് ആലോചിക്കുക. സ്വന്തം അവിഹിതം ഉണ്ടെന്ന് പറയുന്നത് നാട്ടുകാരെ മൊത്തം സെലിബ്രേറ്റ് ചെയ്ത് അങ്ങ് ആഘോഷമാക്കുകയാണ്. എന്നിട്ട് നാട്ടുകാരുടെ മക്കളുടെ കാര്യം പറയാം, സ്വന്തം മക്കളുടെ കാര്യം ഇടക്കിടക്ക് ഒന്ന് ആലോചിക്കുക. ഇനി ദിയാസന പുള്ളിക്കാരിയുടെ വീടിക്കകത്ത് ആ ഒരു സ്റ്റോറിക്കകത്ത് ഇട്ടേക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് കാണാം. അയ്യോ പാവം, സജനയുടെ മൂട്ടിൽ തീ പിടിച്ച് സജന കിടന്ന് ഓടി 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 പാവം. അയ്യോ പാവം. 17 ലക്ഷത്തിന്റെ കണക്കും 10 ലക്ഷത്തിന്റെ കണക്കും 7 ലക്ഷത്തിന്റെ കണക്കും പോട്ട് 5 ലക്ഷത്തിന്റെ കണക്കും റസൂൽ പൂക്കുട്ടിയെ ഓമ്പിപ്പിച്ച വേറെ കണക്കും 40 ലക്ഷമല്ലേ വന്നുള്ളൂ വെളിയില്, ബാക്കി കണക്കും. റസൂൽ പൂക്കുട്ടി നിന്നെ കൊണ്ടുപോയി
വേറെ സ്ഥലത്ത് ആ കണക്കും. അതെന്ത് കണക്ക്? പൂക്കുട്ടിയാണ് സജിനെ കൊണ്ട് എങ്ങോട്ട് പോയ കണക്ക്? ഓ മൈ ഗോഡ്, അതെന്ത് കണക്കാണ്? അല്ല, വേറൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, 3 കോടിയുടെ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ 2 കോടി നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ 40 ലക്ഷത്തിന്റെ സാധനത്തിന്റെ വന്ന് നമുക്കെല്ലാം കിട്ടുന്ന പ്രതീക്ഷ, പക്ഷെ നമുക്കതൊന്നും ചേച്ചി തന്നില്ല. ചേച്ചി അത് പറ്റിച്ച്. പിന്നെ ഇവിടെ 7 ലക്ഷത്തിന്റെ 5 ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. അതുവല്ലതും കിട്ടുമോ? നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നമ്മളും ഒക്കെ കുറെ നാളായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ പ്രൂഫ് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വോയിസ് ഒക്കെ പൂക്കുറ്റിയുടെ വോയിസ് വരെ നമ്മളെല്ലാവരും കേട്ട് ഇതുവല്ല നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ട് വെറുതെ പറ്റിക്കുകയാണ് ഗൈസ്. നമ്മളെ വെറുതെ പറ്റിക്കുകയാണ് ഗൈസ്. ഒക്കെ പതിയെ പതിയെ ഓരോരുത്തരായിട്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യും. എന്നാലും പഠിച്ചോനെ ഇതൊക്കെ അറിയാൻ വൈകിപ്പോയല്ലോ. സ്റ്റോറികൾ ചെയ്യാൻ കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ. ഞാനാണെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഇൻബോക്സിൽ വന്നിട്ട് അങ്ങനെയൊന്നും പറയരുത്, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് പർപ്പസ് ഒക്കെ ഇടുന്നു. സത്യം പീക്ക് ലെവൽ എന്റർടൈൻമെന്റ് ആണ്. അതുകൊണ്ടാ ഞാൻ വരാം, എന്തായാലും സ്റ്റോറിയിൽ വരാം, അതായിരിക്കും ബെസ്റ്റ്. എന്റെ ഫീഡ് മൊത്തം ഇവളായി പോകുന്നേ. അപ്പൊ പിന്നെ എനിക്ക് വേറെയൊക്കെ മാറ്റി പിടിച്ചല്ലേ പറ്റുള്ളൂ. എനിക്ക് എന്തോരം കാര്യങ്ങളാണ് കിടക്കുന്നേ. ഇവൾ ഇതിൽ പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൽ പിടിച്ചോണ്ടിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ എല്ലാരും കൂടെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ച. അപ്പൊ അതിന് സമ്മതിക്കൂല. നിങ്ങൾ എന്തോ അവിടെ ഇത് ഫീഡിൽ വേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയിൽ കണ്ടന്റ് തരാം. ഹലോ ഗെയ്സ്, നിങ്ങൾ എന്റെ സ്റ്റോറി സബ്സ്ക്രിപ്ഷൻ എടുക്കോ? എന്തിനാണെന്നറിയോ ഞാൻ ചോദിക്കുന്നത്? നല്ല പൊളപ്പൻ സൂപ്പർ സംഭവങ്ങൾ ഇനിയുമുണ്ട്. അതെല്ലാം ഞാനിങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഇങ്ങനെ ഇട്ടാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എന്റെ സബ്സ്ക്രിപ്ഷൻ സ്റ്റോറി മാത്രമേ ഇടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് എന്റെ ഇൻബോക്സിൽ രേഖപ്പെടുത്തും. അതൊരു വല്ലാത്തൊരു ചതിയായി പോയി കേട്ടോ. സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ട് പൈസ ഒക്കെ മുടക്കിയിട്ട് ഇത് കാണണോ? ഇതെന്ത് ഇത് ചീറ്റിംഗ് ആണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പൈസ മുടക്കില്ല, നെറ്റ് ചാർജ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ഇത് പീക്ക് ലെവൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കി തരുന്ന ഈ എപ്പിസോഡുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് ആണ്. ഒന്നാമതേ നമുക്ക് 3 കോടിയിൽ നിന്ന് 2 കോടി തരുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 1 രൂപ പോലും നമുക്ക് ആർക്കും കിട്ടില്ല. ഓഡിയൻസ് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലല്ലോ, നമുക്ക് ആർക്കും തന്നിട്ടില്ല. അതിന്റെ കൂടെ സബ്സ്ക്രിപ്ഷനോടെ എടുത്തിട്ട് നമ്മൾ ഇത് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ചീറ്റിംഗ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടൊരു സ്റ്റോറിയും കൂടെ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ അന്നേ അവളങ്ങ് പോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു, ഇതുപോലെ വല്ലതും ആരെങ്കിലും അയച്ചു തന്നാൽ ആരും പോയി ചാടല്ലേ. ഇത് തന്നെയാണ് പൂക്കുറ്റി അണ്ണൻ. ഇതുപോലെ പൂക്കുറ്റി അണ്ണനുമായിട്ട് എന്തെങ്കിലും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് അടിമഴക്കം ഉണ്ടാക്കിയിട്ട് മറ്റേ റോസ്റ്റിന് പറയുന്നുണ്ടായിരുന്നു, കട്ടിലിന്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ EMI പോലും ഫുൾ അടച്ച് തീരാത്ത ഫോൺ എടുത്ത് അടിച്ചോടിക്കുക. എന്തോ അത് തീർന്നാൽ എന്താ, പൂക്കുറ്റിയാണ് അടുത്ത ഇങ്ങനെ എത്തിക്കും. ഇല്ലെങ്കിൽ ജീവിതത്തിൽ കുടുംബത്തിൽ കയറിയിട്ട് കുളന്നുകൊണ്ടാകുമെന്നുള്ള പേടിയുണ്ട് അങ്ങേർക്ക്. അല്ലാണ്ട് ട്രോഫി അടിച്ച് കൈ കൊടുക്കും. അപ്പൊ ആ ഒരു പേടികളുണ്ട് ഫോൺ അടിച്ച് പൊട്ടിക്കുക. എന്നിട്ട് പൂക്കുറ്റിയണ്ണനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കെട്ടി തൂങ്ങുന്ന ഒരു സാധനമൊക്കെ ഇട്ടിട്ട് അങ്ങനെ പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക. അപ്പോഴാണ് പൂക്കുറ്റിയണ്ണ ഇവരെ വിളിച്ച് പറയും, പൊന്നുമക്കളെ അങ്ങോട്ട് പോകും, സജിനത്താത്തയാണെങ്കിൽ എന്നെ ഇട്ട് വിറപ്പിച്ചോണ്ടിരിക്കുക എന്ന് പറയും. അപ്പൊ അണ്ണ ആലോചിക്കണമായിരുന്നു, ഇതുപോലെ അപരാധങ്ങൾ മൊത്തം കാണിക്കാൻ പോകുമ്പോഴത്തേക്കിന് ആലോചിക്കണമായിരുന്നു. അല്ലെങ്കിൽ അണ്ണ ഒന്ന് ആലോചിച്ചു. അണ്ണൻ ഇതുപോലെ നാട്ടിൽ എന്തോരം ഇതുപോലെ അണ്ണന് തേൻ കുടിച്ച് പറക്കാനെ കൊണ്ട് എന്തോരം പൂക്കളുണ്ടായിരുന്നു. അതൊന്നും വേണ്ട എന്നിട്ട് കറക്റ്റായിട്ട് അണ്ണനെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കുന്ന ഈ പൂവിൽ തന്നെ പോയി നിൽക്കാനെ കൊണ്ട് അണ്ണൻ എങ്ങനെയാണ് മനസ്സ് വന്നത്? എന്നാലും ഇത്രയ്ക്ക് കുഴപ്പമില്ല, അണ്ണൻ ഇത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അതിന്റെ പേരിലാണ് ഇതുപോലെ ഓരോന്നൊക്കെ അയക്കുമ്പോഴാണ് ഇവരൊക്കെ ദേവസനെ ഇവരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇവരുടെ വീട്ടിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ പെണ്ണുമ്പോൾ ഇവരായിട്ട് ഉടക്കി പിരിഞ്ഞപ്പോഴത്തേക്കിന് പറയുന്നത് ഇത് ഇവരവിടെ വന്നിട്ട് ഇതിന്റെ പരിപാടിയാണെന്ന്. അതല്ല, ഇവരിനി അങ്ങനത്തിലുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൂഫാന്റെ ആൾക്കാർ ഇത് അന്വേഷണം ഇത് ചെയ്തിട്ട് ഒരു പബ്ലിക്കിന്റെ അടുത്ത് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ടുള്ള ഓരോ ഓഫീസേഴ്സിനും. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അന്വേഷണം ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കോട് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചുള്ള തള്ളണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചേച്ചി ബാക്കി പറ. ഇവള് വിളിച്ചിട്ടിരുന്ന് പറയുന്നു എന്തെന്ന്, ഏതോ ഡോക്ടർ പോയി കണ്ടു 3 മാസം മുമ്പ്, ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു 3 മാസം വരെയുള്ള റിപ്പോർട്ട് എടുക്കാന്ന്. അപ്പൊ ഇനിയിപ്പം ഞാനിനി റിപ്പോർട്ട് എടുത്തുകൊണ്ടൊന്ന് നെഗറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വർഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ മേലെ അറ്റാക്ക് ഇടാമല്ലോ. ഇവിടെ എന്തിന് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറടേ, ഏത് ടെസ്റ്റിന് വേണമെങ്കിലും റെഡി ആടേ. പക്ഷെ നിന്റെ കൂടെ ഇല്ല. കാരണം ഞാനിപ്പോൾ പോലും പോയിട്ട് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇത് 8 to 10 ദിവസം വരെ കിട്ടുമെന്നുള്ളതാണ് തിരിച്ച് കിട്ടുന്ന ഇൻഫർമേഷൻ. ഞങ്ങളിപ്പോൾ ഇന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നത് വെച്ചാൽ ആ ഹോസ്പിറ്റലും ക്ലിനിക്കൊക്കെ നിന്റെ മറ്റേ റസൽ പൂക്കുട്ടിയുടെ മാമാടെയും കൊച്ചാപ്പാടെയൊക്കെ മക്കളായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നീ പലതും കിടന്ന് ചെയ്യും. ഞാൻ സീരിയസ്ലി പറയണേ സജിന, നീ കിടന്ന് വെപ്രാളപ്പെടണ്ട. നീ ഒന്ന് അടങ്ങി ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ നോക്കുക. അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിനക്ക് പറ്റില്ല. കാരണം എന്റെ മൂട്ട് തീ പിടിച്ചോളെ. റസൽ പൂക്കുട്ടി പെട്ടു. ദിയാസന വന്ന് റസൽ പൂക്കുട്ടിയുടെ കാര്യങ്ങളും കൂടെ ഇനി അപ്ഡേറ്റഡ് ആക്കാൻ തുടങ്ങി. നീ കേസോ കൂട്ടമോ എന്താന്ന് വെച്ചാൽ ആയിക്കോ, എനിക്ക് അഗേൻസ്റ്റ് ആണ് നീ സംസാരിച്ചു തുടങ്ങിയത്. അവിടെ ആ മൂട്ടി പിടിച്ച തീയൊന്ന് ആരെങ്കിലും ഒന്ന് അണച്ചു കൊടുക്കടേ. നമ്മുടെ മുഖ്യമന്ത്രിയെ പോലും കളിപ്പുള്ള എന്നുള്ള രീതിയിലാണ് ഇവർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഇവര് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ദിയാസന ഏതോ ക്ലിനിക്കിൽ എന്താണ്ട് വിളിച്ചിട്ടാണെങ്കിൽ ഇത്ര നാൾ കൂടിയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൽ അറിയാൻ പറ്റുമോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ പുള്ളിക്കാരി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, പക്ഷേ ഇത്തരത്തിൽ 10,000 രൂപയാണ്, അത് മുടക്കാൻ താല്പര്യമില്ല എന്നും ഇതുപോലെ എവിടെയെങ്കിലും പോയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കുറ്റിയണ്ണൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളായിരിക്കും, സോ അവരെന്തെങ്കിലുമൊക്കെ ഗിമിക്ക് കാണിക്കാൻ മടിക്കില്ല. ശരിയാണ്, സജന താത്ത ഏതറ്റം വരെയും തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അടുത്ത് ഇത്രയും വലിയൊരു ആരോപണമൊക്കെ വരുമ്പോഴത്തേക്കിന് നിങ്ങളങ്ങ് കാണിക്കുക, അത്രേ ഉള്ളൂ. അത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കുക, പിന്നെ ആ പ്രശ്നം അങ്ങ് തീരട്ടെ, ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് തീരട്ടെ. ആയിട്ടുള്ള കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. നീ പറഞ്ഞല്ലോ നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ പറയുന്നത് നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ ആരോടെ ഇത് പറയുന്നത്? ആൻമരിക്ക് അയച്ചു കൊടുത്തു, ആൻമരി എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ എത്ര ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്? ആൻമരിക്ക് അയച്ചു കൊടുത്തതോടൊപ്പം തന്നെ അച്ചായൻ അയച്ചു കൊടുത്തിട്ടില്ലേ? ഇനി ആളുകളുടെ പേര് വേണം. എന്താണ് ഞാൻ പറയാത്തതെന്ന് അറിയാവോ? നീ അയച്ചു കൊടുത്ത ആളുകളുടെ പേര് പറയാത്തത്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പേര് വരുമ്പോൾ അടുത്ത് അവർ വേറെ എന്താ ചെയ്തെന്ന് പറഞ്ഞ് നീ വരും. എത്ര മനുഷ്യരാണെന്ന് അറിയാവോ ഇതിനകത്ത് പെട്ടുപോകുന്നത്? റോഷ്നിയുടെ കേസ് ഇപ്പോൾ സംസാരം നടക്കുന്നുണ്ട്. അവളെ പറ്റിയിട്ട് നീ എന്തോരം വൃത്തികെട്ട അലിഗേഷൻസാണ് പറയുന്നത്. അവൾ കുറേ സാധനങ്ങൾ അവളത് വരുന്നുണ്ട്. അപ്പം നീ അതിനെ ഏറ്റുപിടിച്ചു. എന്തോ നിന്നെ കൊണ്ടുപോയി എന്തൊക്കെ ആക്കി എന്നുള്ളതല്ലേ? അതൊക്കെ വരും. പുറകിൽ തന്നെ വന്നോളൂ, അതൊക്കെ അവർ നോക്കിക്കോളൂ. അത് വന്നു, അത് നമ്മളെ ഒരു കഴിവ് പിടിക്കുന്നത് നമ്മൾ കേട്ടതുമാണ്. പിന്നെ ഇതിനകത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു, ഇവരുടെ മറ്റേ വോയിസ് ക്ലിപ്പ് ഇവർക്ക് അയച്ചു കൊടുത്ത ആ ഒരു സീൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പൂക്കുറ്റിയണ്ണനായിട്ടുള്ള 3 കോടി ചോദിച്ച ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇവർ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ആർക്കൊക്കെയാണെന്ന് ഉള്ള സംഭവങ്ങൾ ഇവർ ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് ദിവസമാണ്, നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കരുത്. ആരൊക്കെയാണെന്ന് ഓർമ്മ എടുക്കാനെ കൊണ്ട് ഇവർ ആരൊക്കെ ആയിട്ടാണ് അവിഹിതം ഉണ്ടാക്കിയത്, ആരൊക്കെ കുടുംബമാണ് കുളം തോണ്ടി എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായിട്ടൊരു ബോധമില്ല. എവിടെയൊക്കെ പോയാലും അവിടെ എല്ലാം അവിഹിതമാണ്, അവിടെ എല്ലാം ഇതാണ്. അതുപോലെ കൃത്യമായിട്ട് ആരൊക്കെയാണെന്നുള്ള ഓർമ്മയില്ല. പിന്നാണ് നിങ്ങൾ ഈ പറയുന്ന ആർക്കൊക്കെ വോയിസ് അയച്ചു കൊടുത്തെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ വരും. ഇന്നലെ ഒരു കൊച്ച് ഇൻബോക്സിൽ വന്ന് പറഞ്ഞു ദുബായിൽ പോയ സമയത്ത് അവരുടെ കൊളാബറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഏതോ ബ്യൂട്ടി പാർലർ പറ്റിച്ചു എന്ന്. പയ്യന്മാരെ കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ദിർഹംസ് ഒക്കെ കുറെ കൊടുക്കാനുണ്ട്. ഇത്ര എന്തൊക്കെയാ നിന്നെ പറ്റിയിട്ട് കേൾക്കുന്ന കഥകൾ. നീ ഇതെല്ലാം മുക്കാൻ വേണ്ടിയിട്ട് നിന്റെ റസൂൽ പൂക്കുറ്റിയുടെയും വിഷയം മുക്കാൻ വേണ്ടിയിട്ട് നീ ഓരോരുത്തരുടെ മണ്ടയിൽ ഓരോന്ന്. ദിയാസനയ്ക്ക് ഇതൊന്നും പുത്തരിയല്ല. ഞാൻ ഉള്ളൊരു കാര്യം, ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള എത്ര സാധനങ്ങൾ വരാൻ കിടക്കുന്ന, ഓൾറെഡി ഇത്തരത്തിൽ അവിഹിതമായിട്ട് പോയേക്കുന്ന ആൾക്കാരെ ഇതുപോലെ തേൻകണി പോലെ കുറെ പൈസ മുഞ്ചിച്ച കേസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതല്ലാത്ത കുറെ കൊളാബറേഷൻ്റെ പേരിലുള്ള മറ്റു പറ്റിപ്പുകൾ. ഇത് വലിയൊരു സ്റ്റോറിയാണ് ഗൈസ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കൂല എന്ന് പറഞ്ഞതിന്റെ റീസൺ പോലും 5000 മുതൽ 10000 രൂപ വരെയൊക്കെ ഈ ടെസ്റ്റിനോ അതും ഇതിനൊക്കെ റിപ്പോർട്ടിനാവുമെന്ന് വിചാരിച്ചിട്ട് ഇനി അത് വേണമെങ്കിലും മുടക്കിയിട്ടും എനിക്കത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നീ വെല്ലുവിളിക്കുന്ന രീതികളും നിന്റെ ഫ്രസ്ട്രേഷനും നിന്റെ ആക്രാന്തവും നിന്റെ വെപ്രാളമൊക്കെ ഉണ്ടല്ലോ, നിന്റെ റസൂൽ പൂക്കുറ്റിയെ നിന്നെ സംരക്ഷിക്കാനുള്ള കവചമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ 10 പേരെ ഇട്ട് കൊടുത്താലും ശരി. എന്നെ സജിന നൂറെ ദിയാസന പറയാണ്, ഒരു ചുക്ക് സംഭവിക്കൂല. ഇതവിടെ കല്ല് പോലെ ഇരിപ്പുണ്ട്. മെനിഞ്ഞാന്ന് നിന്റെ ആരോപണം കൊണ്ട് ഞാൻ ഫേസ് ചെയ്തത് 24 hours ആണ്. എനിക്കിനി പേടിയില്ല, നോ ഇഷ്യൂ. ഓക്കെ, നമ്മുടെ സജനത്താത്തക്ക് കല്ല് പോലെ ഇരിക്കാൻ പറ്റില്ല. കാര്യം മൂട്ടി തീ പിടിച്ചിരിക്കുകയാണ്. തീ പിടിച്ചിട്ട് ലാസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്ന് ഇത് ഉപയോഗിച്ച് നിങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതല്ല ഇപ്പുറത്ത് നടന്നത് എന്നുള്ള സംഭവങ്ങൾ ഇപ്പുറത്ത് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കേട്ടിട്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് ഇത്ര ദിവസം വന്നേക്കുന്ന സംഭവങ്ങൾ കേട്ടിട്ട് ഒരു ഓഡിയൻസ് എന്നുള്ള ഒരു പൊതുജനം എന്ന നിലയിൽ നമ്മൾ കണ്ടിട്ട് നമുക്ക് തോന്നിയേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്ത് ആണ് ന്യായം, എവിടെയാണ് ന്യായം ഇല്ലാത്ത എന്നുള്ള സംഭവങ്ങൾ നമുക്ക് തോന്നിയ കുറച്ച് സാധനം ഉണ്ടല്ലോ. ഇത് അവരുടെ അടുത്തോട്ട് എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക? ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചാൽ പോരാ? അത് ചിന്തിക്കാനുള്ളൊരു കോമൺ സെൻസിന്റെ പോലെ അവരുടെ തലയെക്കൂടെ ഓടിയിട്ടില്ല. ഫുള്ള് കിടക്കുന്ന ആണ് അവിഹിതമാണ്. എന്താ വെച്ചാൽ ഞാൻ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഏത് മീഡിയകൾ വന്നു കഴിഞ്ഞാലും റസൂൽ പൂക്കുട്ടിയും സജനയുമായിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികളെ സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതാണ്. അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസും കൂടി ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തായിരുന്നു ആ വിഷയം എന്നുള്ളത്. കാരണം എനിക്ക് ഇനി കൂടുതൽ ഇതിന്റെ പുറകിൽ സംസാരിക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിലുള്ള എല്ലാവരും എന്നോട് ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെടും. കാരണം ഓൾറെഡി എന്നോട് ഇപ്പം റീസെന്റ് പോലും ഇട്ട വീഡിയോയ്ക്ക് എന്നോട് പറഞ്ഞത് നീ വീഡിയോ ഇടരുത്, നിർത്തിക്കോളൂ, കാരണം ഈ സ്ത്രീക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നമാണ്. ഇവളിങ്ങനെ ഒരുപാട് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവൾ ഇനിയും പറയും. അപ്പോഴത്തേക്ക് ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യസന്ധമായി പറയട്ടെ, ഇവൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് പറയാൻ എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്. ഇവർ പറയുന്ന പോലെ അങ്ങനെ നോക്ക് ഇങ്ങനെ നോക്ക് ഇതൊന്നും അല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തുണ്ടെങ്കിലും ഞാൻ പ്രൂഫ് ഉൾപ്പെടെ എല്ലാ മീഡിയകൾക്കും തന്നിട്ടേ ഉള്ളൂ. അപ്പം എന്തുണ്ടെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ്സുകളെല്ലാം ഞാൻ കൈമാറുന്നതായിരിക്കും. കൂടുതൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഈ സജന നൂർ വിഷയത്തിൽ ഇരിക്കുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന വീഡിയോ ആയിരുന്നു, സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഇട്ടേക്കുന്ന സ്റ്റോറി ആയിരുന്നു നമ്മൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടേക്കുന്ന ആ ഒരു സംഭവം. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇടുന്നു പറയുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ അത് ചീറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇവര് പൂക്കുറ്റിയാണനും സജനത്താത്തയായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള കുറെ ആക്ടിവിറ്റീസിന്റെ കാര്യം പറയുന്നുണ്ട്. അതെന്താണ് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്? മെയിൻ സ്ട്രീം ചാനൽസിന് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നുള്ള സാധനങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ പൊന്ന് സജനത്താത്ത
നിങ്ങളുടെ ഓൾറെഡി അവിടെ അടിച്ചിട്ട് ഇമ്പിരിയായിട്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റോഷിന് പുള്ളിക്കാരി അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു ഇല്ലേ? ഇനി അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ഇനി എന്തോ ഇല്ലീഗൽ? നിങ്ങൾ വേറെ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? നിങ്ങൾ എപ്സ്റ്റീൻ ഫയൽസ് പോലത്തെ വേറെ എന്തെങ്കിലും പരിപാടി ഇനി അതും കൂടെ നിങ്ങളുടെ പേര് വരാനുള്ളൂ. ബാക്കി എല്ലാം ആയി. എൻ്റെ പൊന്നെ, കൂടുതലായിട്ടത് പറയുന്നില്ല. എന്നാണ് ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ദിയാസനയുടെ ഒരു ഇന്റർവ്യൂ, ദിയാസനയുടെ അമ്മയമ്മയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അത് പോയിരുന്നത് കാണട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി ബൈ.